ഹലോ എവരിബഡി, എല്ലാവർക്കും ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനാധിപത്യം പുഞ്ചരിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്ത വിജയമാണ് തമിഴകത്ത് വിജയും TVKയും കൊയ്തത്. 2 കൊല്ലം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 39 സീറ്റുകളും തൂത്തുവാരിയ DMK മുന്നണിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു TVK. ആ പാർട്ടിയുടെ തിളക്കമാർന്ന നേതാക്കൾ MK സ്റ്റാലിനും പഴനിവേൽ ത്യാഗരാജനുമൊക്കെ TVKയുടെ താരതമ്യേന അറിയപ്പെടാത്ത സാധാരണക്കാരായ സ്ഥാനാർത്ഥികളുടെ മുന്നിൽ പരാജയപ്പെട്ടു. 1982 TDPക്ക് രൂപം നൽകി അടുത്ത വർഷം ആന്ധ്രയിൽ അധികാരത്തിലെത്തിയ NT രാമറാവുവിൻ്റെ നേട്ടത്തോട് കിടപിടിക്കുന്ന പ്രകടനമാണ് വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം തമിഴകത്ത് ഇതാദ്യമായി ദ്രാവിഡിയൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാത്ത ഒരു പാർട്ടി അധികാരത്തിലേറുകയാണ്. കെ കാമരാജിനെപ്പോലൊരു അധികാരനെ തറപറ്റിച്ചാണ് 1967 അണ്ണാദുരയും കൂട്ടരും തമിഴകത്ത് വിജയക്കൊടി പാറിച്ചതെങ്കിൽ അണ്ണായുടെ പിന്മുറക്കാരനായ MK സ്റ്റാലിനെ വീഴ്ത്തിക്കൊണ്ടാണ് വിജയും TVKയും കളത്തിൽ നിറയുന്നത്. ദേശീയ പാർട്ടികളായ കോൺഗ്രസും ഇടതുകക്ഷികളും ഈ മുന്നേറ്റത്തിൽ വിജയനൊപ്പം അണിചേരുന്നു എന്നത് ചരിത്രത്തിൻ്റെ മറ്റൊരു കൗതുകമാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയായിരുന്നു MK സ്റ്റാലിനും DMKയും ഇക്കുറി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങിയത്. 2 വർഷം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ 39 സീറ്റും തൂത്തുവാരിയ പാർട്ടിക്ക് ആത്മധൈര്യമേറെ അതിരുന്നെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുണ്ടായിരുന്നുള്ളൂ. ADMKയും BJPയും അടങ്ങുന്ന NDAയും വിജയൻ്റെ പാർട്ടിയും ചലച്ചിത്ര സംവിധായകൻ സീമാൻ്റെ നാം തമിഴർ കച്ചിയും 3ആയി നിന്ന് മത്സരിക്കുമ്പോൾ തമിഴകം തങ്ങളുടെ കൈപ്പിടിയിൽ ആണെന്നാണ് DMK കരുതിയത്. താരതമ്യേന മികച്ച ഭരണമായിരുന്നു DMKയുടേതെന്ന് വിലയിരുത്തലും സ്റ്റാലിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. വ്യവസായ മേഖലയുടെ വളർച്ചയും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ നേട്ടങ്ങളും ക്ഷേമബുദ്ധികളും DMK സർക്കാരിൻ്റെ തുടർഭരണം ഉറപ്പുവരുത്തും എന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കും സ്ത്രീകൾക്കുമിടയിൽ വിജയും TVKയും ഒരു തരം മാറുകയായിരുന്നു. മാറ്റത്തിനായുള്ള കാറ്റായിരുന്നു അത്. ദ്രാവിഡൻ പാർട്ടികൾ കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി സൃഷ്ടിച്ച അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ജീർണതയ്ക്കെതിരെ തമിഴ് ജനതയുടെ ഉള്ളിലുണ്ടായിരുന്ന പ്രതിഷേധം ആളിക്കത്തിക്കാൻ കഴിഞ്ഞതാണ് വിജയൻ്റെ വൻ കുതിപ്പിന് വഴിയൊരുക്കിയത്. നിർണായക നിമിഷങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുന്നവരെയാണ് ചരിത്രവും കാലവും തോളിലേറ്റുക. 1996 തമിഴകത്ത് ജയലളിത സർക്കാരിനെതിരെ അത്തരമൊരു സാഹചര്യം ഉയർന്നിരുന്നു. അന്ന് ADMKക്കെതിരെ ഉയർന്ന ജനവികാരം മനസ്സിലാക്കിയ കോൺഗ്രസ് നേതാവ് GK മൂപ്പനാർ നടൻ രജനീകാന്തിനെ കളത്തിലിറക്കാൻ ശ്രമിച്ചിരുന്നു. ജയലളിതക്കെതിരെ ഒരു രാഷ്ട്രീയ പടയൊരുക്കത്തിന് പക്ഷേ രജനി തയ്യാറായില്ല. നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ജയലളിതയ്ക്കൊപ്പം നിലയുറപ്പിക്കാൻ തീരുമാനിച്ചോടെ മൂപ്പനാർക്ക് തമിഴ് മാനില കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി ഉണ്ടാക്കി DMKയ്ക്കൊപ്പം നീങ്ങേണ്ടി വന്നു. അന്ന് രജനീകാന്തിനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തയ്യാറായിരുന്നുവെങ്കിൽ തമിഴകം പുതിയൊരു വഴിയിലൂടെ സഞ്ചരിക്കുമായിരുന്നുവെന്ന് മൂപ്പനാർ പിന്നീട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു വഴി തുറക്കാൻ പക്ഷേ 3 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് ജോസഫ് വിജയ് എന്ന 51കാരൻ വേണ്ടി വന്നു. തമിഴകത്തിൻ്റെ മനസ്സും ഭാവനയും പിടിച്ചെടുത്തെങ്കിലും അധികാര കസേരയിലേക്കുള്ള യാത്ര വിജയന് എളുപ്പമായിരുന്നില്ല. 234 അംഗ നിയമസഭയിൽ 118 പേരുടെ പിന്തുണയുണ്ടെങ്കിലേ സർക്കാർ രൂപീകരിക്കാൻ ആവുകയുള്ളൂ. 108 സീറ്റുകളിലാണ് TVK വിജയിച്ചിരിക്കുന്നത്. 2 വിജയിച്ച വിജയ് ഒന്നൊഴിയുന്നതോടെ TVKയുടെ അംഗബലം 107 ആവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ച സഖ്യത്തെയോ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെയോ ആണ് ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ വിളിക്കുക. തമിഴ്നാട്ടിൽ നിലവിൽ ഒരു സഖ്യത്തിന് തനിച്ച് ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ 107 സീറ്റുകളുള്ള ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ TVKയുടെ നേതാവ് വിജയനെയാണ് മുഖ്യമന്ത്രിയാവാൻ ഗവർണർ ക്ഷണിക്കേണ്ടിയിരുന്നത്. പക്ഷേ 118 MLAമാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന കത്തുകൾ വിജയ് ഹാജരാക്കണമെന്ന ഗവർണർ ശാഠ്യത്തിന് മുന്നിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. വിജയ് ചിലപ്പോൾ സെൻറ്റ് ജോർജ് കോട്ടയിലെ ആ അധികാരപീഠത്തിൽ ഇരുന്നേക്കില്ലെന്ന് പ്രതീതി ഉയർന്നു. ആ ജന്മശത്രുക്കളായ DMKയും ADMKയും ഒക്കെ ഒന്നിപ്പിച്ച് വിജയനെ പുറത്തിരുത്തുവാൻ BJP കളിക്കുന്ന കളിക്ക് നിന്നുകൊടുക്കുകയാണ് ഗവർണർ എന്ന് വിമർശനമുയർന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ തലവര മാറ്റി എഴുതിയ നരസിംഹറാവു സർക്കാർ ഉൾപ്പെടെയുള്ള പല ഭരണകൂടങ്ങളും ന്യൂനപക്ഷമായിരുന്നു എന്ന വസ്തുത ഗവർണർ കണ്ടില്ലെന്ന് നടുക്കുകയാണ്. മാറ്റത്തിനായി ഉള്ള തമിഴ് ജനതയുടെ തീർപ്പിൻ്റെ അന്തസ്വത്ത ഗവർണർ ഉൾക്കൊള്ളണമെന്ന മുറവിളി പല ഭാഗത്തു നിന്നും ഉയർന്നു. ഗവർണറുടെ ഓഫീസിലല്ല,
സഭയിലാണ് മന്ത്രിസഭയുടെ ഭൂരിപക്ഷം തെളിയിക്കേണ്ടതെന്ന് 1994 SIR ബോധ്ഗയ കേസിൽ 9 അംഗ സുപ്രീം കോടതി ബെഞ്ച് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ചൂണ്ടിക്കാട്ടി രാജ്യത്തെ പ്രഗത്ഭനായ നിയമജ്ഞർ വിജയനായി വാദിച്ചു. എന്തായാലും തമിഴ്നാട്ടിൽ വിജയ് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. പണാധിപത്യത്തിൻ്റെ അതിപ്രസരമാണ് കഴിഞ്ഞ കുറേ നാളുകൾക്കായി തമിഴകത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നത്. കോടികൾ ചെലവിടാൻ മാത്രം കഴിയുന്നവർക്കേ സ്ഥാനാർത്ഥികളാകാനാവൂ എന്ന അവസ്ഥ തീർത്തും സാധാരണക്കാരായ ഓട്ടോ ഡ്രൈവർമാരെയും വീട്ടമ്മമാരെയും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെയും സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഇതിനെതിരെ വിജയ് നടത്തിയ മുന്നേറ്റം തമിഴകം ഏറ്റെടുത്തത് ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകിയ ആഹ്ലാദം ചെറുതല്ല. സിനിമാ ജീവിതത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കവെയാണ് വിജയ് എന്ന ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിലെ ചുഴികളിലേക്കും മലനിരകളിലേക്കും എടുത്തു ചാടിയത്. പല ഭാഗങ്ങളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിട്ടും ദ്രാവിഡൻ പാർട്ടികളുമായോ BJPയുമായോ കൂട്ടുചേരാൻ വിജയ് തയ്യാറായില്ല. അതൊരു നിലപാടായിരുന്നു. പരിചയസമ്പന്നതയുടെ അഭാവം തീർച്ചയായും വിജയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ ശക്തമായിരിക്കും. പക്ഷേ ഈ ചരിത്ര നിമിഷം എന്തുകൊണ്ടും വിജയന് അവകാശപ്പെട്ടതാണ്. അത് നമ്മൾ വിജയ്ക്ക് നൽകുക തന്നെ വേണം.